കൊച്ചിയിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഏതൊക്കെ ഇടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? കൊച്ചി നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടോ? രതീഷ്, കൊച്ചി നഗരത്തിൽ മഴയുടെ വലിയ ദുരിതങ്ങളില്ല. എന്നാലും എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് വലിയ മഴ തന്നെയാണ്. കോതമംഗലം കുട്ടമ്പുഴയിലെ മഴയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവിടെ മണികണ്ഠൻ ചാലിൽ ഒരു ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി അവിടുത്തുകാർക്ക് അക്കരെ പോകാനാകാത്ത, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉൾപ്പെടെ പോകാനാകാത്ത, രോഗികൾക്ക് ആശുപത്രിയിൽ പോകാനാകാത്ത രീതിയിലുള്ള വലിയ ദുരിതം നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ ഇപ്പോൾ കോലഞ്ചേരിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ കോലഞ്ചേരി ഭാഗത്ത് ഒരു വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ ആ ഒരു ദുരിതമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു മൺതിട്ട അത് ഇടിഞ്ഞു വീണു. ആ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അത് മൂടപ്പെട്ടിരിക്കുന്നു, വീട് കാണാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു തൊഴുത്തും ഉൾപ്പെടെ മറിയുന്ന രീതിയിൽ ഇന്നലത്തെ കനത്ത മഴയിലും കാറ്റിലും ഉണ്ടായ ഒരു ദുരിതമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വീടിന്റെ ഉടമസ്ഥൻ ഇവിടെയുണ്ട്, ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്രതീക്ഷിതമായി ഉണ്ടായ ആ ഒരു ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് അവരിപ്പോഴും. അവരോട് നമുക്ക് ഈ കാര്യങ്ങൾ ചോദിച്ചറിയ. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവിച്ചത്? 6:30 കഴിഞ്ഞപ്പോൾ വൈകിട്ട് എല്ലാവരും ഞങ്ങൾ പെരക്കാത്ത തന്നെയായിരുന്നു. ഒച്ച കേട്ട് ഇറങ്ങി ഓടുകയത്. മോനവിടെ കട്ടിലെ കിടപ്പുണ്ടായിരുന്നു. മോനെ ഫോൺ കളിച്ചുകൊണ്ടിരിക്കണ മോനെ പെട്ടെന്ന് വിളിച്ച് മാറ്റി പുറത്ത് വന്നപ്പോഴത്തേക്കും ഒച്ച കേട്ട് എല്ലാവരും ഇറങ്ങി ഓടി. വരെ നിറച്ച് പുകയായിരുന്നു. കല്ലിടിഞ്ഞ് അടിയൻ്റെ മുറി കംപ്ലീറ്റ് നശിച്ചു പോയി. മുറി മൊത്തം പോയി. അമ്മ ഉണ്ടായിരുന്നോ? എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 5 പേര്. കൊച്ചായിരുന്നു അടുത്തുണ്ടായിരുന്നു. അവനാ മണ്ണും പൊടിയില ഇറങ്ങി ഓടിയത്. അവന് മാത്രമേ പേടി വരുന്നുള്ളൂ. അവൻ അതിൻ്റെ ഉള്ളിലായിരുന്നു. തൊഴുത്ത് ഉൾപ്പെടെ പോയല്ലേ? തൊഴുത്തതേ ഓരോ പശുവിൻ്റെ ഇവിടെ പശുവിന് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. ദൈവാലയം കൊണ്ട് അതിനൊന്നും പറ്റിയില്ല. തൊഴുത്തപ്പടി പോയി. പുറത്തൊരു ബാത്റൂം ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് പോയി. അടുക്കള വസ്തു കഴിഞ്ഞ 26-ാം തീയതി കുറച്ച് മണ്ണിടിഞ്ഞ് അടിയായിരുന്നു. ഒന്നും ദൈവാലയം കൊണ്ടൊന്നും സംഭവിച്ചില്ലായിരുന്നു. അത് ഞങ്ങൾ മാറ്റിയായിരുന്നു. അത് ഞാൻ വീണ്ടും അതേ ഡേറ്റിൽ തന്നെ സംഭവം ഉണ്ടായത്. രാത്രി കിടന്നുറങ്ങുമ്പോഴായിരുന്നെങ്കിൽ വൻ ദുരിതം ഉണ്ടായാൽ. ആ മുറിയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നതാ? എന്റെ കൊച്ച് ഓടി ഞാനാ. അവനും അതിനകത്തുണ്ടായിരുന്നു. അവൻ മണ്ണ് തള്ളി വന്നതിന് ഉൾപ്പെടെ അവൻ പുറത്തി അടി. എന്നാലും ഓടി. ഇപ്പോ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടത് അല്ലേ? തലനാഴിക്ക് എന്റെ കൊച്ച് രക്ഷപ്പെട്ടു. അറിയിക്കാനുള്ളവരെ അറിയിച്ചോ? എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഒക്കെ വന്നു. രാത്രി ആയായിരുന്നു. ഒന്നും തെങ്ങ് വെട്ടി മാറ്റാൻ പറ്റിയില്ല. തെങ്ങ് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. പാറക്കാട്ട് മല. ആ ഒരു നടുക്കത്തിൽ നിന്ന് ഈ വീട്ടുകാർ വിട്ടുമാറിയിട്ടില്ല. അപ്രതീക്ഷിതമായി ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ മണ്ണിടിഞ്ഞ് ഒരു വീടിന്റെ ഒരു മുറി പൂർണ്ണമായും മണ്ണിനടിയിലായിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിനോട് ചേർന്നുള്ള ഈ തൊഴുത്തും അതിന്റെ അപകടത്തിന്റെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ തൊഴുത്തിൽ പശു ഉണ്ടായിരുന്ന ഭാഗത്തിന് പശുവിനൊന്നുമായില്ല. ആ മുറിയിലുണ്ടായിരുന്ന കൊച്ചുകുട്ടി ഉൾപ്പെടെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് ഉൾപ്പെടെ പൂർണ്ണമായി മണ്ണിനടിയിലാണ്. മോൻ ആ മുറിയിൽ ഉണ്ടായിരുന്നാണോ? മണ്ണ് ഇടിഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയതാണോ? സ്കൂൾ ബാഗ് എടുത്ത് ഓടി. പഠിക്കണം അല്ലേ? പേടിച്ചു പോയോ മോൻ? മണ്ണ് ഇടിഞ്ഞ് വരുന്നത് മോൻ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. പുകയായിരുന്നു, കണ്ടില്ല. ഞാനും ചേട്ടൻ ഇപ്പത്തെ റൂമിട്ട് ഓടി. മഴ ഉണ്ടായിരുന്നോ അപ്പോ? മഴയൊന്നും അത്ര ഉണ്ടായില്ല. പൊടിയുണ്ടായിരുന്നു. മഴ തോർന്നതിന് ശേഷമായിരുന്നോ? മഴ തോർന്നപ്പോഴായിരുന്നു ഇതാണ്. ആ റൂമിന്റെ ഫുൾ പൊടിയായിരുന്നു. തലയുടെ ഫുള്ള് ഇതായിരുന്നു, പൊടിയൊക്കെ ആയിരുന്നു. അമ്മയുടെ യൂണിഫോം ഒക്കെ ഫുള്ള് ചെളിയായിരുന്നു. ബാഗ് എടുത്ത് ഓടി. ബാഗ് എടുത്ത് പുറത്തോട്ട് ഓടി. മോൻ എത്ര വയസ്സുണ്ട്? 13. എട്ടാം ക്ലാസ്സിലോ? 8. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഉൾപ്പെടെ ആ മുറിയിലുണ്ടായിരുന്നു. ആ വലിയ മഴയ്ക്ക് ശേഷം, മഴ തോർന്നതിന് ശേഷമാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. വലിയ പൊടിപടലമൊക്കെ കാരണം ഒന്ന് കാഴ്ചയ്ക്ക് പോലും ദുഷ്കരമായ രീതിയിൽ വലിയൊരു അപകടം തന്നെയായിരുന്നു. എന്തായാലും ആളുകൾ ഇറങ്ങി ഓടിയത് കൊണ്ടാണ് ആരുടെയും ജീവനൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഇരുന്നത്. എന്തായാലും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണാം. ഒരു വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മണ്ണിനടിയിലാവുന്ന രീതിയിൽ വലിയൊരു മണ്ണിടിച്ചിൽ തന്നെയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആണ് ഇപ്പോൾ എല്ലാവരും ആശങ്കയിലുള്ളത്. കനത്ത മഴയും കാറ്റിനെയും തുടർന്ന്